പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു നാടൻ ചീര പുളിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചോറിലേക്ക് ഒഴിച്ച് കഴിക്കാനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇത് ഞാനിവിടെ ചീരയൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ തോരനൊക്കെ അരിയത്തില്ല, അതുപോലെ തന്നെ ചീര ഇലയും തണ്ടും കൂടെ ചേർത്തിട്ടാണ് എടുത്തേക്കുന്നത്. ഇതൊരു 3 പേർക്ക് കഴിക്കാനുള്ളൊരു അളവാണേ. ഇനി ഒരു പരന്ന പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ചീരയും തണ്ടും ഇലയും എല്ലാം അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണം. ഒത്തിരി വെള്ളമൊന്നും വേണ്ട, ചീരയ്ക്കൊന്നും വലിയ വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇലക്കറികൾ പെട്ടെന്ന് ഉപ്പ് വലിച്ചെടുക്കും, അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതി, പോരെങ്കിൽ പിന്നീട് ചേർത്താം. അത്യാവശ്യം നന്നായിട്ട് എരിവുള്ള 2 പച്ചമുളക് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അരയ്ക്കാൻ നേരം പച്ചമുളകൊന്നും എടുക്കുന്നില്ല, കാന്താരി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ ഈ ഒരു ചീര വെന്ത് കിട്ടും. ആ ഒരു പച്ചമുളകിൻ്റെ എരിവൊക്കെ അതിനകത്ത് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയേ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു 5-6 അല്ലി ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട്, പൊടിച്ചതാണ്. പൊടിക്കാത്തതുണ്ടെങ്കിൽ അതായാലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂണ് കടുകുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കട്ട തൈരും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ പുളിയുള്ള തൈരാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് അരച്ചതിന് ശേഷം ആ ഒരു ചീരയുടെ കൂട്ടിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തിള വരാറാകുമ്പം എന്ന് വെച്ചാൽ ഒരു പത വരത്തില്ലേ, ആ ഒരു സമയമാകുമ്പോൾ നമുക്കങ്ങ് ഓഫ് ചെയ്താൽ മതി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതാൽ ഉപ്പ് കുറവായതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിലും ആ ബെല്ലൈക്കണും സബ്സ്ക്രൈബ് ബട്ടണൊക്കെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കൈയെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ദേ നമ്മൾ ഒഴിച്ച് കഴിക്കുന്ന ഒരു പരുവമായിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പത വന്നപ്പോഴത്തേക്കും ഞാനങ്ങ് ഓഫ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്കിത് താളിച്ചൊഴിച്ച് കൊടുക്കാം. ഇത് താളിക്കാനായിട്ട് നമുക്ക് ചുവന്നുള്ളിയൊന്നും വേണ്ട, കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 വറ്റൽ മുളക് എടുത്തിട്ട് അതിങ്ങനെ മുറിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഗ്യാസ് അങ്ങ് പെട്ടെന്ന് ഓഫാക്കണം, കാരണം ഈ ഒരു വറ്റൽ മുളകിൻ്റെ കളറ് അധികം അങ്ങ് മാറണ്ട. അതുപോലെ തന്നെ കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ കറിയാണേ. അപ്പോൾ ഇത് ഞാനിത് താളിപ്പ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കാണാൻ തന്നെ നല്ല കളർഫുള്ളായിട്ട് ഇരിപ്പുണ്ട്, അതുപോലെ തന്നെയാണ് കേട്ടോ ടേസ്റ്റും. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് ഇടണേ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നല്ല കുറുകിയ ചീര പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.